മാമി. മാമിക്ക് ഫിക്സായിട്ട് ഒരുപാട് മുതലാളിമാരുണ്ട് ഈ മലബാറിൽ. ഒക്കെ എന്നാ പൈസ. ഏറ്റവും ചെറിയ കച്ചവടം 2-3 കോടിയാണ്. അത് 100-50 കോടിക്ക് മേലും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ ചങ്ങാതിയെ വിശ്വാസം. അപ്പൊ മാമി പറഞ്ഞ അതല്ല. അപ്പൊ ചിലര് മാമി എന്തെങ്കിലും ഒരു മാർജിൻ തന്നെന്ന് പറയും. അപ്പൊ സെന്റിന് മാമി 11 ലക്ഷത്തിന് കൊടുക്കും. ഇവർ അറിയോടുകൂടി തന്നെ വാങ്ങുന്ന ആളുകളോട്. കാരണം എന്താ വെച്ചാൽ ഒരു 10 സെന്റ് വാങ്ങും. ഈ വാങ്ങുന്നവരെ സംബന്ധിച്ച് പിന്നെ അതിന്റെ പിന്നാലെ നടക്കണ്ട. സെന്റിന് 1 ലക്ഷം കൊടുത്താൽ ബാക്കി എല്ലാം മാമി ആയിക്കോളും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്തട്ടോ. അല്ല, ഈ ചങ്ങായിക്ക് പിന്നെ എന്താ നടക്കുന്നു വിചാരിക്കണ്ട. അപ്പോ മാമിയുടെ സ്റ്റൈൽ ഇതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇപ്പൊ എന്താ സംഭവിച്ചാൽ ചിലതിന് മാമി പറയും 10 ലക്ഷം വില 11 ലക്ഷം. ആ നാട്ടിൽ നടക്കുന്ന കച്ചവടം ചില കേസുകളിൽ മാമി അമിതമായ ലാഭം എടുക്കും. അപ്പൊ ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രമാണിമാരാണ് ഈ ലിസ്റ്റിൽ. ഇതിന് ADGP അജിത് കുമാർ ഈ കൊലക്ക് പിന്നിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തെ തെളിവ്. ഞാനത് അന്വേഷിക്കാനുള്ള പറഞ്ഞു. വേറെ കാര്യം എന്താ കാര്യം പറയുന്നത്, ഈ മാമിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ ഒരു 100 കോടിക്ക് മേലെ ആസ്തിയുള്ള ഒരു 10-100 ചില ആളുണ്ടാവും, അല്ലെങ്കിൽ 200 ആളുണ്ടാവും. വിദേശി മലയാളികൾ തമിഴ്നാട്ടിലൊക്കെ. ഇപ്പൊ അവരൊക്കെ ഇങ്ങനെ വിളിപ്പിക്കാൻ കുറെ കാലമായിട്ട്. എന്തിനാ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ? ഒരു വരയ്ക്കും വിളിക്കും, നാളെ വേണമെന്ന് പറയും, സ്വകാര്യമായിട്ടാണ്. അതൊന്നും ഇപ്പോഴത്തെ പോലീസേ അറിയില്ല. ഒരു പോലീസും അറിയില്ല. നിങ്ങളെന്താ പണി? ഇവരൊന്നും ചെറുതായിട്ട് മറക്കും. ഈ അന്വേഷണ ദിവസം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 കാര്യം ഒന്ന് വിട്ടുപോട്ടെ. മറന്നുപോകുന്നാണ് വാങ്ങി വന്നത്. പോലീസിനില്ല. കസ്റ്റംസ് ആണ് ഇത് പിടിക്കുന്നതെങ്കിൽ ഇന്റർനാഷണൽ ഗവൺമെന്റ് കേരളത്തിലെ ഇന്ത്യയിലെ കസ്റ്റംസിന് പോകാൻ ദുബായില് ഇവർ അന്വേഷിക്കാൻ അറസ്റ്റ് ചെയ്യാൻ. അതുവരെ നടക്കുന്നില്ല. പോലീസ് നടത്താൻ കഴിയില്ല. എന്നാൽ പോലീസിന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ കളവുമായി സ്വർണം കസ്റ്റഡിയിലെടുക്കുമ്പോ ഇത് കൊടുക്കാൻ ഒരാളുണ്ടല്ലോ. ഈ വരുന്ന സാധുക്കൾ ടിക്കറ്റിന്റെ പൈസന്റെ ലാഭത്തിനാ ഈ കാര്യമായി വരുന്നത്. 5000 10,000 ചായ പൈസയാണ് കിട്ടുന്നത്. എന്നാൽ കേരള പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? പിടിച്ച ഈ പ്രതിയിൽ നിന്ന് ഇത് കൊടുക്കുന്നവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കുന്നതല്ലോ. ഒരാൾ അറസ്റ്റ് ചെയ്തോ? ഒരാളെ അറസ്റ്റ് ചെയ്തില്ല. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? കൃത്യമായ അന്വേഷണം, സാക്ഷിമൊഴികൾ, റെക്കോർഡുകൾ. എന്തിനാണ് ഈ സാധു പോയി പെടാൻ നിൽക്കുന്നത്? ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ഈ വാഹന 1500 ഗ്രാം ബാങ്കിങ് ഹൗസുകൾ കത്തിച്ച് അത് ഒരിക്കലും 950 ഗ്രാമാവും വരെ മുഖം തിരിച്ചിരുത്തി പ്രതികളെ മുഖത്ത് വലിഞ്ഞിരിക്കുക. 24 കൊടുത്തതിൽ പല മുഖേന ഷെയ്ഡെടുത്തില്ല. അപ്പൊ ഞാൻ ഈ പുറത്തു വിട്ട ഈ 2 കുട്ടികളോടും ഞാൻ പറയുന്നത്, നേരെ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഓരോതൊക്കെ കണ്ടോണ്ടിരിക്കുക. ഞങ്ങളുണ്ടെങ്കിലാക്കണ്ടോ? അപ്പം തിരിച്ചിരിക്കേണ്ട നേർക്കുനേരെ ഇരുത്തി കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം ഇന്ന് പോയെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അത് ബന്ധപ്പെടാൻ വന്നിട്ടില്ല. അപ്പൊ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്ന ഇന്ത്യയുടെ അന്വേഷണമില്ല. ആരും കൊണ്ടൊന്നും അന്വേഷണമില്ല. ഈ ഗവൺമെന്റിന്റെ ആസ്തിയായി മാറേണ്ട സ്വർണമാണ് ഈ കൊള്ളയടിച്ചു പോകുന്നത്. ഇത് കൃത്യമായ തെളിവുകളോടുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ് എന്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളെ ആലോചിക്കണം. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിൽ എന്നെയാക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും. ഞാൻ മറക്കൂല. നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും. മനസ്സിലായോ?